ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ പോയതാണ്. നാട്ടിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനുള്ള അവിടുത്തെ സന്ദർഭം അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബിഗ് ബോസിലേക്ക് കയറിയിട്ടും കുറേ ദിവസമായി. കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് കാണുന്നുണ്ട്, ലൈവെല്ലാം കണ്ടപ്പോഴും വീഡിയോ കാര്യമായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ബിഗ് ബോസ് ഇനി ഒരു ആഴ്ച മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾ പുറത്തു പോകുന്നു, അക്ബർ ഖാൻ പുറത്തു പോകുന്നു. ഇതിൽ രണ്ട് പേര് എന്തായാലും പുറത്താക്കണം. അനുവിനേക്കാളും അക്ബറിനേക്കാളും പുറത്തു പോകേണ്ടവർ ആദിലയും സാബുമോനുമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം സാബുമോൻ ഇത്രയും ദിവസം അവിടെ നിന്നത് മറ്റുള്ളവർ ചെയ്യുന്ന ടാസ്കുകൾ കണ്ട് എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി പഠിച്ചു വരികയായിരുന്നു. ഒരിക്കൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ സാബുമോൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ 2-3-4 ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ എല്ലാവരെയും ഒന്ന് പഠിക്കുകയാണ് എന്ന്. ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്നത് പഠിക്കാനാണെന്നാണ് അന്ന് മനസ്സിലാക്കിയത്. ബിഗ് ബോസിനകത്ത് വന്ന് അവൻ പഠിച്ച് ഒരു ടാസ്ക് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇനി അടുത്ത സീസണിലെ ടാസ്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിൽ വന്നവരാരും 1-2-3 ആഴ്ചകൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടില്ല. എല്ലാവരും പറ്റുന്നത് പോലെ ടാസ്കുകൾ ചെയ്ത് തോൽവി സാധാരണമാണ്. എല്ലാവരും വിജയിച്ചാൽ പിന്നെ ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം, റിയാലിറ്റി ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. കാരണം കുറച്ച് പേര് ജയിക്കുകയും കുറച്ച് പേര് തോൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു പരിപാടിയുടെയും മുഖ്യധാരയാണല്ലോ. അതുകൊണ്ട് ബിഗ് ബോസ് ആയാലും ശരി, മറ്റേത് റിയാലിറ്റി ഷോ ആയാലും ശരി, എല്ലാവരും വിജയിക്കണമെന്ന് ആരും വിചാരിക്കരുത്. ഇതിൽ നല്ല രീതിയിൽ ടാസ്കുകളെല്ലാം കളിച്ച് വലിയ ബഹളങ്ങളും അനാവശ്യ ചർച്ചകളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണ് ആ പോകുന്ന വ്യക്തിക്ക് തന്നെയാണ് നല്ലത്. പോകുന്നത് കൊണ്ട് സാബുമാൻ പോയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും കാണുമ്പോഴും ഞാൻ വിചാരിക്കും, ഈ സാബുമോൻ അവിടെ വന്നിരിക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തിലേക്ക് വരുന്നുണ്ട്, പസൽ ടീമിൽ വരുന്നുണ്ട്, ഇതിലെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും കൂടുതലൊന്നും തന്നെ അവിടെ സ്വന്തമായ ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ആദില നൂറ കൂട്ടുകെട്ടും അത് തന്നെ ആയിരുന്നു. ഈ അടുത്ത കുറച്ച് ആഴ്ചകളായിട്ട്, ഒരു 4 ആഴ്ചയോളമായിട്ട് നൂറ കുറച്ചുകൂടെ ഭേദപ്പെട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നൂറയ്ക്ക് പോയിന്റുമുണ്ട്. ഫൈനലിലേക്കുള്ള പ്രവേശനവും കിട്ടിയിട്ടുണ്ട്. ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ടോപ്പ് 5 എത്രാമത്തെ 2ആണോ 3ആണോ അറിയില്ല, എങ്കിലും ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നത് അനീഷിനെയും പിന്നെ അനുമോള്, ഇപ്പോൾ നെവിൻ കളിക്കുന്നുണ്ട്. നെവിൻ്റെ അഹങ്കാരമെല്ലാം ഒന്ന് കുറച്ചിട്ടുണ്ട്. അഹങ്കാരത്തോടു കൂടിയായിരുന്നെങ്കിൽ നെവിൻ 2 തവണ ഇറങ്ങിപ്പോയതുമാണ്. പിന്നെ അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് പോലും ലാലേട്ടൻ ഒന്നും തന്നെ കാര്യമായി അത് കണക്കിലെടുത്തിട്ടില്ല. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ റിപ്പീറ്റേഷൻ ചെയ്തു എന്നല്ലാതെ അതിൽ ഒരു പണിഷ്മെൻറ്റും കൊടുത്തിട്ടില്ല നെവിന്. പിന്നെ ഉള്ളത് അക്ബറിൻ്റെ കാര്യത്തിലാണെങ്കിലും അക്ബർ കുറേയൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. ടാസ്ക് ചിലതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ടാസ്ക് ജയിക്കുക, മുന്നിൽ വരിക, നമ്മൾ കപ്പ് നേടുക, പണം നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. എല്ലാവർക്കും അത് തന്നെയാണ് കേട്ടോ. അവിടെ വന്ന എല്ലാവർക്കും അത് തന്നെയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ എത്രമാത്രമുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്ക് മാത്രമാണ് അറിയാവുന്നത്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ ഭക്ഷണമുണ്ട്, കിടന്നുറങ്ങാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്, പിന്നെ ടാസ്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അവർക്ക് കഥ പറഞ്ഞിരിക്കാനും പാട്ടുപാടിയിരിക്കാനും, അതായത് എൻജോയ്മെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ 90 ദിവസമോ 100 ദിവസം എന്ന് പറയുന്നത് നിസ്സാരമല്ല.
ഒരാഴ്ചയിൽ തന്നെ പുറത്തു പോകുന്ന പലരെയും കണ്ടു. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ആകുമ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും ഇത്രയും ദിവസം 92ാമത്തെ ദിവസമായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ കണ്ടസ്റ്റൻ്റ് അനുഭവിക്കുന്ന കുറേ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഇതൊക്കെ അവർക്കുണ്ടാകും. എല്ലാം തരണം ചെയ്തവരവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കണ്ടത് അനുമോളും അക്ബറും പുറത്തായതായിട്ടാണ് പറയുന്നത്. പക്ഷേ അനുമോളും അക്ബറും പുറത്താകുമ്പോഴതിനും നല്ലത് അക്ബറും ആദിലയും പുറത്തു പോകണമായിരുന്നു. അല്ലെങ്കിൽ സാബുമോനും ആദിലയും, സാബുമോനും അക്ബറും ഇവരാണ് പോകേണ്ട യോഗ്യതയുള്ളവർ, പുറത്തു പോകേണ്ടവരായിട്ട്. അകത്തിരിക്കാൻ നെവിൻ ഇപ്പോൾ കുറച്ച് ഭേദപ്പെട്ട് കളിക്കുന്നുമുണ്ട്. അഹങ്കാരം എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആൾ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. നെവിന് കുറച്ച് ഹെഡ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് എപ്പോഴും. പിന്നെ അനാവശ്യ സംസാരങ്ങൾക്കോ അതിന് ചെവി കൊടുക്കാതിരുന്നാലും നല്ലത്, ഏറ്റവും നല്ലത്. പക്ഷേ അനീഷ് കുറച്ചൊക്കെ വന്നതിനേക്കാളും എത്രയോ ഭേദപ്പെട്ടു പോയി. അനീഷ് അനാവശ്യ സംഭാഷണങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷാനവാസും തുടക്കമൊക്കെ കുറച്ച് മടി പിടിച്ചൊക്കെ കളിച്ചു. പിന്നെയൊക്കെ പിന്നെ നെവിൻ്റെ അടികെട്ടി പോയിട്ട് തിരിച്ച് ഹോസ്പിറ്റലൈസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഷാനവാസ് എത്രയോ മുന്നോട്ട് വന്നു. നല്ല രീതിയിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഓരോ അടി കിട്ടുമ്പോഴാണെന്ന് തോന്നുന്നു എല്ലാം ശരിയാകുന്നത്. പിന്നെ അനുമോൾ തുടക്കം മുതൽ ഇതുവരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. കിച്ചൺ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഓരോരോ നെഗറ്റീവുകൾ. ആ നെഗറ്റീവുകളെ പോസിറ്റീവാക്കി മാറ്റുന്നത് അവരുടെ കഴിവ് തന്നെയാണ്. അതിനിടയ്ക്ക് അനുമോളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് നമ്മുടെ അനീഷും അനുമോളും ഈ ഇടയായിട്ട് എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് കാണാം, ലൈവിൽ കാണാം, അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് അവരിങ്ങനെ സംസാരിക്കുന്നു. ഇന്നലെ അനീഷ് ചോദിച്ചു, അനുമോളെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. നല്ലൊരാളാണ്, നേരത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. വന്ന സമയത്തുണ്ടായിരുന്നത് പോലെയല്ല, അനീഷേട്ടന് ഒരുപാട് മാറ്റമുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മൾ വിവാഹം കഴിച്ചാലോ? അത് കേട്ടുടനെ അമ്മേ അയ്യോ എന്ന് അനുമോൾ പ്രതീക്ഷിച്ച് കാണില്ല. അനീഷിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം, വിവാഹത്തെ പറ്റി സംസാരിക്കുമെന്ന് വിചാരിച്ചേ കാണില്ല. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അനുമോൾ പറയുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നും വളരെ ചെറിയ രീതിയിലുള്ളൊരു വിവാഹമാണ് കഴിക്കാൻ ആഗ്രഹമെന്നും 2 വർഷത്തേക്ക് ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കുറച്ച് കടമുണ്ട്, അതെല്ലാം മാറ്റണം, കടം വീട്ടണം. പിന്നെ വേറെ കുറച്ച് സ്വന്തമായിട്ടുള്ളൊരു വരുമാനം കണ്ടെത്തണം, സ്വന്തമായിട്ടുള്ളൊരു വരുമാനം വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അല്ലാതെ അനീഷിന് ഇഷ്ടമല്ലെന്നോ, അനീഷ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആളൊന്നുമല്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും അനുമോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അനീഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് അനീഷ് എഴുന്നേറ്റ് പോകുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ആദിലേൻ്റെ അടുത്ത് വിളിച്ചിട്ട്, ആദിലയും നൂറയുമായി അനുമോൾ തർക്കത്തിലാണ്, സംസാരിക്കാറില്ല. അപ്പോൾ ആദിലയും നൂറയും നോക്കുന്നതും അത് തന്നെയാണ്. അവളോട് കൂട്ടുകൂടി നിൽക്കുന്നതിൽ നമ്മളെ ഗെയിം കളിച്ച് നമുക്ക് കപ്പ് കിട്ടണം, നമുക്ക് പണം കിട്ടണം. എല്ലാവർക്കും കപ്പ് കിട്ടിയില്ലെങ്കിലും പണം കിട്ടണം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനാണല്ലോ ബിഗ് ബോസിൽ പോയിരിക്കുന്നത്. അവരവിടെ വീട് വിട്ട് 100 ദിവസം നിൽക്കുന്നതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് തന്നെയാണ് ഈ പണം. അപ്പോൾ ആദിലയെ വിളിക്കുന്നു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ആദിലയെ വിളിച്ചിരുത്തി അനുമോളും ആദിലയും സംസാരിക്കുന്നു. അനീഷ് കല്യാണം ആലോചിച്ചത് പറയുന്നു, പ്രൊപ്പസലുമായിട്ട് വന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു ചോദിച്ചപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു അനുമോള്. ഞാൻ അനീഷേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല, ഒരു സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണു. അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും
കഴിഞ്ഞ ദിവസം അനുമോളും അനീഷുമായിട്ട് അധിക സംഭാഷണമൊന്നുമില്ല. അനുമോൾ പലതവണ അനീഷിനെ വിളിച്ചു സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൊന്നും തന്നെ അനീഷ് വന്നിട്ടില്ല. ഇന്നലെ ഷൂട്ടായിരുന്നു. ശനി ഞായർ എപ്പിസോഡിൻ്റെ ലാലേട്ടൻ വരുന്ന ഷൂട്ടായിരുന്നു. അവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു, പ്രണയം അല്ല, എന്നാലും ഒരിഷ്ടം തോന്നി. ഞാൻ അതാരുടെ അടുത്തായാലും നമുക്കെന്താണ് തോന്നിയ കാര്യം നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു. അപ്പം അനുമോളോട് ചോദിച്ചു, അനുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ലാലേട്ടാന്ന് പറയുന്നുണ്ട്. ശരി, അപ്പം എന്നാ എന്നോട് പറ, ഐ ലവ് യു. അങ്ങനെ അതൊന്നും നടന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല. പ്രമോയിൽ നല്ല അടിപൊളി പ്രമോയാണ് വന്നിരിക്കുന്നത്. അതിൽ കാര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റേത് നമുക്ക് രാത്രി കാണാം. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുമോ വിവാഹം കഴിക്കില്ലേ എന്നുള്ളതാണ്. അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, കപ്പ് വേണ്ട അനുമോള മതി എന്നാണ് പറയുന്നത്. കപ്പ് വേണ്ട അനുമോള മതി എന്ന്. ഇനി ഇതൊക്കെ എന്താകുമെന്നറിയില്ല. പക്ഷെ അനുമോളുടെ വീട്ടുകാരുമായിട്ട് വേറൊരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിൽ ഇതിനെ പറ്റി ഇങ്ങനെ കണ്ടപ്പോൾ അച്ഛന് താല്പര്യമുള്ളതായിട്ട് അച്ഛൻ സംസാരിക്കുന്നത് കണ്ടു. അമ്മയും ചേച്ചിയും ഒക്കെ പറയുന്നത് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള അവളുടെ കാര്യം എന്താണോ, അവൾക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ നടത്തി കൊടുക്കും. അത് തന്നെയാണ് നല്ലത് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. നോക്കാം, കാത്തിരുന്ന കാണാം. ഒരാഴ്ച ഇനിയുണ്ട്. ഇന്നലത്തോടെ അങ്ങനെ ഈ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത്, പിന്നെ ജയിൽ നോമിനേഷനിൽ ഇന്നലെ പോയിരിക്കുന്നത് നൂറയാണ്. അങ്ങനെ നൂറയും സാബുമാനും ജയിൽ നോമിനേഷനിൽ വന്നെങ്കിൽ പോലും ജയിൽ നോമിനേഷനിൽ വന്നിട്ട് അവരോട് ജയിൽ ഇന്നത്തോടെ കഴിഞ്ഞു, എന്നേക്കുമായിട്ട് പൂട്ടിയിടുകയാണ് എന്ന് പറഞ്ഞു ബിഗ് ബോസ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നൂറയും പിന്നെ സബുമോനും കുറച്ച് നേരം ജയിലിലിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഇനി എന്നേക്കുമായിട്ട് പൂട്ടിയിടുകയാണ്. ഇനി ജയിൽ നോമിനേഷൻ ഇല്ല എന്ന് പറയുന്നു, ഇനി ക്യാപ്റ്റൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഒരാഴ്ച അവർക്ക് എൻജോയ്മെൻറ്റിനുള്ള സമയമാണ്. ഇതിൽ പല ചോദ്യങ്ങളും വരും. അതായത് ഈ കപ്പും ഫസ്റ്റ് ആരാണ് കൊണ്ടുപോകുന്നത്? ബിഗ് ബോസ് സീസൺ 7 എന്ന ആ ടൈറ്റിൽ ആർക്കാണ് കിട്ടുന്നത് എന്നാണ് ഇനി അടുത്തത്. ബിഗ് ബോസ് സീസൺ 7 എന്ന ടൈറ്റിൽ ആർക്കായിരിക്കും കിട്ടുന്നത്? അതിന് യോഗ്യതയുള്ളത് ആരായിരിക്കും? അനീഷ, അനുമോളോ നെവിനോ ഒക്കെ ആകാം. ഷാനവാസ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഷാനവാസിനെ ഒന്നും അതിൽ കണ്ടില്ല. മുൻപന്തിയിൽ നിൽക്കുന്നത് അനീഷും അനുമോളുമാണ്. പിന്നെ നൂറയ്ക്ക് സാധ്യതയുണ്ട്, നെവിനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഈ സീസൺ കഴിഞ്ഞ തവണത്തെയൊക്കെ സീസണിലെ പോലെയല്ല. ഈ സീസണിൽ നമുക്ക് ഇന്ന ആൾ കൊണ്ടുപോകും, എല്ലാവരെക്കാട്ടി നന്നായിട്ട് കളിക്കുന്നത് ഇന്ന ആരാണ് എന്ന് നമുക്ക് പേര് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ 7 അത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നത്. എല്ലാവരും ഒരു ആവറേജായി മാറിക്കഴിഞ്ഞു. നോക്കാം വൈകിട്ട് 9 മണിക്ക്.